أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട നല്ല കുട്ടികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് നന്നായി കുറേ പഠിക്കാനും പഠിച്ചത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഞാൻ ചെറിയ ഒരു അന്വേഷണം നിങ്ങളോട്. എന്താണെന്നറിയോ? നിങ്ങളുടെ വീട്ടിലേക്ക് അദാൻ കേൾക്കാറുണ്ടോ? അദാൻ എന്ന് പറഞ്ഞാൽ അറിയില്ല? ആന്നേ, ബാങ്ക് കൊടുക്കുന്നത് കേൾക്കാറുണ്ടോന്ന്. ചില കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്, ചിലർക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അല്ലേ? പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിക്കുന്നത് കേൾക്കാറുണ്ടോ നിങ്ങളുടെ വീടുകളിലേക്ക്? എത്ര ആളുകളുടെ വീടുകളിലേക്കാണ് ബാങ്ക് കേൾക്കാറുള്ളത്, അദാൻ കേൾക്കാറുള്ളത്? കുറേ പേരുടെ വീടുകളിലേക്ക് അല്ലേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എൻ്റെ ചോദ്യം, അല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കുന്നത്, ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഥവാ അദാൻ കേൾക്കുമ്പോൾ എത്ര വീടുകളിലാണ് നിശബ്ദത പാലിക്കാറുള്ളത്? മക്കളെ, ഇങ്ങോട്ട് നോക്കൂ. അദാൻ കേൾക്കുന്ന സമയത്ത് നമ്മൾ മറ്റു സംസാരങ്ങളൊന്നും പാടില്ല. അദാൻ കൊടുക്കുമ്പോൾ അതിന് റിപ്ലൈ ചെയ്യണം നമ്മളില്ലേ? അതറിയില്ലേ? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഹയ്യ അലസ്സലാഹ് എന്നൊക്കെ പറയുമ്പോൾ അല്ലേ? അറിയാം, എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഒരു അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ ഒരു ദുആ ഒക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ അദാനുമായി ബന്ധപ്പെട്ട ദിക്റുകളും ദുആകളും ഒക്കെയാണ് അപ്പോൾ നിർവഹിക്കേണ്ടത്. മറ്റു സംസാരങ്ങളിൽ ഏർപ്പെടാറുണ്ടോ നിങ്ങളുടെ വീടുകളിൽ, നിങ്ങളോ മറ്റുള്ളവരോ? ഉണ്ടെങ്കിൽ പൊന്നുമക്കളെ, അത് നിർത്തണം. നിങ്ങൾക്കറിയോ, അദാൻ വിളിക്കുന്ന സമയത്ത് സംസാരിച്ചാൽ മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടാതെ മരണപ്പെട്ടു പോകും എന്നാണ് കിതാബിലൊക്കെ കാണുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. മരണസമയത്ത് ഈമാൻ ഇല്ലാതിരുന്നാൽ, ഈമാൻ കിട്ടാതെ മരിച്ചു പോയാൽ ഉറപ്പല്ലേ നരകത്തിൽ പോകുന്നു? അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഈ കാര്യം വളരെ ഗൗരവമായി എടുക്കണം. സംസാരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും അദാൻ കേൾക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായല്ലോ? ഗൗരവമുള്ള വിഷയമാണ് അല്ലേ? ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. പലർക്കും അറിയാമായിരിക്കാം, പക്ഷേ പലരും ശ്രദ്ധിക്കാറില്ല. ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. നമ്മൾ ഇന്ന് കുറച്ച് ഖുർആൻ ഓതാണ് വേണ്ടേ? അതിനുശേഷം നമുക്ക് എന്ത് വേണം? തജ്വീദുൽ ഖുർആൻ, അതിൻ്റെ തദ്രീബാത്ത് കൂടി വായിച്ച് നമുക്ക് അവസാനിപ്പിക്കണം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. നമ്മളിപ്പോൾ ഏത് സൂറത്താണ് ഓതുന്നത്? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. ഒരു മിനിറ്റ് പ്രത്യേകം.
ഏത് സൂറത്താണ് ഓതുന്നത്? സൂറത്തു യൂനുസ്. സൂറത്തു യൂനുസ് നമ്മൾ തുടങ്ങി കുറച്ചേ ആയിട്ടുള്ളൂ. മുഴുവൻ ഓതിയോ? ഇല്ല. പകുതിയായോ? ഇല്ല. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക ഇൻഷാ അള്ളാഹ്. ഇനി സൂറത്തു യൂനുസ് അതിൻ്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് മദ്രസയിലെ നിങ്ങളുടെ ഉസ്താദുമാർ ഓതിത്തരും. മനസ്സിലായോ? ഓൺലൈൻ ക്ലാസ്സുകൾ ആഴ്ചയിൽ 2 പീരീഡ് മാത്രമാണുള്ളത്, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതിൽ സൂറത്ത് യൂനുസ് കംപ്ലീറ്റ് ആക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉസ്താദുമാരായിരിക്കും നിങ്ങൾക്ക് ഓതിത്തരുന്നത്. ആ ഉസ്താദുമാർ ജസ്റ്റ് ഓതിത്തരും. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഏതെങ്കിലും ഭാഗമോ ഏതെങ്കിലും ആയത്തുകളോ ഉസ്താദുമാർ നിങ്ങളോട് തിരിച്ചു ഓതി കൊടുക്കാൻ ആവശ്യപ്പെട്ടാൽ അത് ഓതിക്കൊടുക്കുക. മനസ്സിലായല്ലോ? ഈ കാര്യം വളരെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ സൂറത്ത് യൂനുസ് നമ്മൾ 19-ാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് ഓതേണ്ടത്. 2-3 ആയത്തുകളാണ് ഇന്ന് ഓതുന്നത്. ബാക്കി നമുക്ക് തജ്വീദുൽ ഖുർആൻ കിതാബും എടുക്കണം. അതുകൊണ്ട് എല്ലാവരും മുസ്ഹഫ് തുറക്കുക. സൂറത്തു യൂനുസ് 19-ാമത്തെ ആയത്ത് മുതൽ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. ഓക്കെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب لله فانتظروا إني معكم من المنتظرين وإذا أذقنا الناس رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون. ശ്രദ്ധിച്ചല്ലോ? 3 ആയത്തുകളാണ് നമ്മൾ ഓതിയത്. ഇന്ന് അത്ര മതി, 3 ആയത്തുകൾ മതി. ഇനി ഉസ്താദ് നേരത്തെ പറഞ്ഞത് ഓർക്കണം, ഇതിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഉസ്താദന്മാർ ഓതിത്തരുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിരിക്കണം. ഓക്കെ. ഇപ്പൊ നമുക്ക് ഓതിയ ഭാഗം ഒന്നുകൂടെ ശ്രദ്ധിക്കാം. നോക്കൂ. وما كان الناس إلا أمة واحدة فاختلفوا. ചെറിയൊരു ചോദ്യം. കഴിഞ്ഞ വർഷം നമ്മൾ ഓതിയ പഠിച്ച നിയമം ഉണ്ടായിരുന്നല്ലോ, ഇൽഹാറും ഇദ്ഗാമും ബിഗുന്നഹ്. ഇപ്പൊ നമ്മൾ ഓതിയ ഈ ആയത്തിന്റെ ഈ ഫഖ്തലഫു അതിനുള്ളിൽ ഏതെങ്കിലും നിയമങ്ങൾ വന്നിട്ടുണ്ടോ നോക്കൂ. നൂനിന്റെയും തൻവീനിന്റെയും നിയമങ്ങളിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോന്ന് കണ്ടാ പറയണേ. എന്താ മോനെ നോക്കുന്നേ? മനസ്സിലായില്ല? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ച നൂനിന്റെയും തൻവീനിന്റെയും വിധികളിലെ 5 നൂനിൻ ഹുക്കുമുകൾ 5 തൻവീനിനും ഈ വിധിയാണ് എന്ന് പാടി പഠിച്ച ആ 5 നിയമങ്ങളിൽ ഏതെങ്കിലും നിയമങ്ങൾ ഇപ്പൊ നമ്മൾ ഓതിയ ഈ ഭാഗത്ത് വന്നിട്ടുണ്ടോന്ന് അതേ ആൻസർ പറയാൻ തുടങ്ങി കുട്ടികള്. ഇതാ കണ്ടോ, ഉമ്മതൻ വാഹിദതൻ ഇദ്ഗാമുൻ ബിഗുന്നഹ് ഉണ്ട്. അടുത്തത് എന്താണ്? വാഹിദതൻ ഫഖ്തലഫു ഇഖ്ഫാഉ ഉണ്ട്. നല്ല കുട്ടികളാ, സൂപ്പറാണ് മക്കള്, മാഷാ അല്ലാഹ്. നല്ല കുട്ടികൾ. ശരി, ബാക്കി ഓതട്ടോ.
വലൗലാ കലിമത്തുൻ സബഖത് മിർ റബ്ബിക ലഖുദിയ ബൈനഹും ഫീമാ ഫീഹി യഖ്തലിഫൂൻ. അതിലുണ്ട് നോക്കി. വലൗലാ കലിമത്തുൻ സബഖത് ഇഖ്ഫാ ഉണ്ട്. മിർ റബ്ബിക മിർ റബ്ബിക. ഓക്കേ, അതെന്താണ്? ഇദ്ഗാം ബിലാ ഗുന്ന. ഓക്കേ ഓക്കേ. ഇനി ഉസ്താദ് ആ ആയത്ത് ഒന്നുകൂടെ ഓതാൻ പോവാണ്. ഉസ്താദ് പറയൂ, അപ്പൊ നിങ്ങൾ ഓതണം കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം. വിരല് വെക്കാത്ത കുറെ ആളുകളുണ്ട്. അവര് കണ്ടോ ഇപ്പോഴാ വെക്കുന്നത്. وما كان الناس إلا أمة واحدة فاختلفوا. ഓദിക്കേ. ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون. خذوا ولولا ഓക്കെ. അടുത്ത കാര്യത്തിൽ നോക്കൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ നിയമങ്ങൾ ഈ ഇനി ഓതാനുള്ള ആയത്തിലുണ്ടോന്ന്? ഉൻസില ഉണ്ട്. അതെന്താണ് നിയമം? ഇഖ്ലാബ് അല്ലേ? അല്ലല്ലല്ല, ഇഖ്ലാബ് അല്ല, പിന്നെയോ ഇഖ്ഫാ. നിങ്ങൾക്ക് അറിയോ നോക്കിയാ കേട്ടോ. ഇഖ്ലാബ് അല്ല, ഇഖ്ഫാ. പിന്നെയോ ആയത്തും മിർ റബ്ബിഹി, ഇദ്ഗാമും ബിഗുന്നയും ഇദ്ഗാമും ബിലാ ഗുന്നയും ഉണ്ട്. ഓക്കെ. പിന്നെയോ ഫന്തളിറൂ. ഓക്കെ, മാഷാ അല്ലാഹ്. മുൻതളിരീൻ. അപ്പൊ അങ്ങനെ തന്നെ ഓതണം. നിയമങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഖിറാഅത്തിലും അഥവാ ഓത്തിലും അത് കാണണം, കേൾക്കണം. അപ്പൊ എങ്ങനെ ഓതണം നോക്കൂ. വയഖൂലൂന ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി. ഒന്ന് നോക്കി. ശബ്ദമില്ല, ശബ്ദം ഇല്ല, അത്ര പോരാ. 5ാം ക്ലാസ്സുകാരാണ്, കുറച്ചുകൂടെയൊക്കെ ശബ്ദത്തിൽ ഓതാം. ഒന്നുകൂടെ ഉസ്താദ് ഓതിത്തരും. വയഖൂലൂന ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി. ഓതു. ഓക്കെ. فقل إنما الغيب لله فانتظروا إني معكم من المنتظرين. ഓക്കെ. فقل ഫന്തളിറു. ഓക്കെ ഓക്കെ. ആരോ ഉള്ളിലൂടെ ഒരാള് ഫന്തളിറു. എന്താണ് മോനെ ഫന്തളിറു? മോനല്ലേ മോള? ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ല. അത് അതിന്റെ എല്ലാവരും കൂടെ ഓതിയപ്പോ കേട്ടതായിരിക്കും അല്ലേ? സാരമില്ല. ഫന്തളിറു ഓതിക്ക്. ഓക്കെ. മിനൽ മുൻതളിരീൻ. ഉസ്താദ് എന്താണ് ശബ്ദം പോരാ, കുറച്ചുകൂടെ ഒച്ച വേണം, കുറച്ചുകൂടെ ഉച്ചത്തിലാവണം എന്നൊക്കെ പറയാൻ കാരണം എന്നറിയില്ലേ? ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ശരിക്ക് കേൾക്കാനും ശരിക്ക് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് ഓതാനും പഠിക്കാനൊക്കെ കുറച്ച് ശബ്ദം കൂട്ടുമ്പോഴേ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് അടുത്ത ആയത്തിലേക്ക് വരട്ടെ. ശ്രദ്ധിക്കണേ. وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً مِّن بَعْدِ ضَرَّاءَ مَسَّتْهُمْ إِذَا لَهُم مَّكْرٌ فِي آيَاتِنَا. ഒറ്റ ശ്വാസത്തിന് അവിടെ എത്തൂല. എന്നാ ഇടയിൽ നിർത്തണം. ശ്വാസം മുട്ടി പ്രയാസപ്പെടാൻ പറ്റുമോ? ഇല്ലല്ലോ അല്ലേ? ഒന്നുകൊണ്ട് നോക്കോളൂ. وَإِذَا أَذَقْنَا النَّاسَ رَحْمَةً مِّن بَعْدِ ضَرَّاءَ
مستهم من بعد ضراء مستهم إذا لهم مكر في آياتنا. റെഡിയാവൂലേ? റെഡിയാവും. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ, ഒരുപാട് മദ്ദുകളുണ്ട്. وَإِذَا أَذَقْنَا النَّاسَ ضَرَّاءَ متصل مد مكر في آياتنا മദ് ലേ ഇൻഷാ അല്ലാഹ്. നല്ല കുട്ടികൾ നമുക്കൊക്കെ പഠിക്കണം കേട്ടോ. ഖുലില്ലാഹു അസ്റഉ മക്റാ, ഖുലില്ലാഹു അസ്റഉ മക്റാ. ഒരിക്കേ യാ റബ്ബ് ആരാണ്? സുബ്ഹാനല്ലാഹ്. അവിടെ ഖുലില്ലാഹു എന്നോദിയോ? ഖുലില്ലാഹു എന്നോ? നിങ്ങൾ ആരെങ്കിലും ബിസ്മില്ലാഹി എന്നോതാറുണ്ടാ? പിന്നെന്ത് ഇവിടെ ഖുലില്ലാഹു സദോദി കേട്ടില്ലേ? അങ്ങനെ ആരാ ഓതിയത്? ആരെങ്കിലും ഓതിയോ? ഇല്ല ഇല്ല, എനിക്ക് തോന്നിയതായിരിക്കും. അല്ല എന്നാ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് ഇവിടെ ഖുലില്ലാഹു എന്നോതാൻ കാരണം, ഖുലില്ലാഹു എന്ന് പറയാതിരിക്കാൻ കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പറയേ, എന്താണ്? അല്ലാഹ്. അതെ, കറക്റ്റ്. ഇസ്മുൽ ജലാല, അതാണ് അല്ലാഹ് എന്നത്. അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കസ്റാണെങ്കിൽ എന്താ വായിക്കുക? അതെ, അതിനെ തർഖീഖ് ചെയ്ത് ബിസ്മില്ലാഹി പോലെ വായിക്കണം. ബിസ്മില്ലാഹി പോലെ. ഫത്ഹ ദമ്മ ആണെങ്കിലോ, ഉദാഹരണം അബ്ദുല്ലാഹി, അബ്ദുല്ലാഹി, റസൂലുല്ലാഹി, ഇല്ലേ? അങ്ങനെ വായിക്കണം. അപ്പോ അല്ലാഹ് ഇസ്മുൽ ജലാലയ്ക്ക് തൊട്ട് മുമ്പ് ഉള്ള അക്ഷരത്തിന് ഫത്ഹോ ദമ്മോ ആണെങ്കിൽ അല്ലാഹ് എന്ന് തഫ്ഖീം ചെയ്ത് വായിക്കണം. കസ്റാണെങ്കിലോ തർഖീഖ് ചെയ്ത് വായിക്കണം. കഴിഞ്ഞ വർഷം ഒരു പാട്ടും പാടി തന്നിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഇൻഷാ അല്ലാഹ് തജ്വീദുൽ ഖുർആനിൽ ആ പാട്ട് പഠിക്കാനുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ പാട്ട്? എന്താണ് ആ വിഷയം? നോക്കൂ. അല്ലാഹു എന്നുള്ളതിൻ മുന്നിൽ ഫത്ഹോ ദമ്മോ വന്നാല് പറയുക നൂറല്ലാഹി റസൂലുള്ളാഹി ഇലല്ലാഹ് എന്നാല്. മനസ്സിലായോ നിങ്ങൾക്ക് പാടിയത്? അല്ലാഹു എന്നുള്ളതിൻ മുന്നിൽ ഫത്ഹോ ദമ്മോ വന്നാല് പറയുക നൂറല്ലാഹി റസൂലുള്ളാഹി ഇലല്ലാഹ് എന്നാല്. കസ്റാണി വിധമല്ലാഹ് എന്നതിൻ മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ് നൂരില്ലാഹി റസൂലില്ലാഹി വലില്ലാഹിൽ ഹംദു ലില്ലാഹ്. എങ്ങനെ? കസ്റാണി വിധമല്ലാഹ് എന്നതിൻ മുന്നിൽ വന്നാൽ ബിസ്മില്ലാഹ് നൂരില്ലാഹി റസൂലില്ലാഹി വലില്ലാഹിൽ ഹംദു ലില്ലാഹ്. മനസ്സിലായില്ലേ? മനസ്സിലായി. ഓക്കെ, എന്നാ ഇനി നമുക്ക് ബാക്കി വദാം. ഖുലില്ലാഹു അസ്റഉ മക്റാ. ഒരിക്കേ ഇന്ന റുസുലനാ യക്തുബൂന മാ തംകുറൂൻ. ഇന്ന റുസുലനാ യക്തുബൂന മാ തംകുറൂൻ. സതേ ഒന്നുകൂടെ ഓതിത്തര കേട്ടോ, ഒരു തവണ കൂടെ ഓതിത്തര, ശരിക്കും ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. വമാ കാന الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون ويقولون لولا أنزل عليه آية من ربه فقل إنما الغيب
الله فانتظروا إني معكم من المنتظرين وإذا أذقنا الناس رحمة من بعد ضراء مستهم إذا لهم مكر في آياتنا قل الله أسرع مكرا إن رسلنا يكتبون ما تمكرون صدق الله العظيم. നല്ല കുട്ടികളായി ശ്രദ്ധിച്ചിരുന്നിട്ടുണ്ട്. എല്ലാവരും ഓത്ത് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഓതാൻ പറഞ്ഞ ഭാഗമൊക്കെ ഓതിയിട്ടുണ്ട്. നല്ല കുട്ടികളാണ് അല്ലേ? ഇൻഷാ അല്ലാഹ്. ഇനി എല്ലാവരും തജ്വീദുൽ ഖുർആൻ എടുത്തോളൂ. കിതാബ് വേഗം എടുത്തോളൂ. എടുത്തോ? എല്ലാവരും എടുത്തോ? നമ്മള് മക്കളെല്ലാവരും നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. നമ്മൾ തജ്വീദുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠമാണ് പഠിച്ചിരുന്നത് അല്ലേ? ഖൈറുൽ കലാം. അതിൻ്റെ തദ്രീബാത്താണ് ഇനി നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പം അതിനെന്ത് ചെയ്യണം? ആ ഒന്നാമത്തെ പാഠം ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണം നമുക്ക്. എന്നാലല്ലേ അതിലെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുള്ളൂ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആൻസർ ഓർമ്മ വരണ്ടേ? അപ്പോൾ നമ്മളിങ്ങനെ പേജ് മറിക്കാൻ നിൽക്കണോ? വേണ്ട. അത് നമുക്ക് ശരിക്ക് ഓർമ്മയിൽ വരണം. അതിന് ഇപ്പോൾ ഒന്നൊന്ന് വായിക്കണം നമ്മളെല്ലാവരും കൂടിയിട്ട്. ഉസ്താദ് ഇങ്ങനെ വായിക്കാൻ നിങ്ങൾ കേട്ടിരിക്കാന്നല്ല, നമ്മൾ ഒരുമിച്ച് വായിക്കട്ടെ. അല്ല, വായിക്കല്ലേ നമ്മൾ. എല്ലാവരും എടുത്തോ? കിതാബ് തുറന്നോ? നോക്കൂ എല്ലാവരും. അൽ വഹ്ദത്തുൽ ഊല. ഇതിൽ വിശദീകരിക്കൂലട്ടാ. ഈ പാഠം വളരെ വിശദീകരിച്ച് നമ്മൾ എടുത്തു പോയതാണ്. ഇതിൽ വിശദീകരിക്കൂല. ഇതിൽ ഈ പാഠം ജസ്റ്റ് വായിക്കുന്നു. അൽ വഹ്ദത്തുൽ ഊല ഖൈറുൽ കലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖുർആനിന്റെ കൂട്ടുകാരനോട് പറയും, ഓതൂ, കയറിക്കൊണ്ടിരിക്കൂ. ഇഹലോകത്ത് വെച്ച് നീ ഖുർആൻ സാവധാനം ഓതുന്നത് പോലെ ഓതൂ. നിന്റെ സ്വർഗീയ ഭവനം നീ അവസാനം ഓതുന്ന ആയത്ത് തീരുന്നിടത്താണ്. മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്? ഓക്കെ. ഇനി നമ്മൾ ഒരുമിച്ച് നിങ്ങൾ വായിക്കണം. ഖുർആൻ പാരായണവും പഠനവും വളരെ മഹത്വമുള്ള സൽക്കർമ്മമാണ്. ബാക്കി നിങ്ങൾ വായിക്കൂ. അതെ, അല്ലാഹു തആലയുടെ വിശുദ്ധ കലാമായ ഖുർആൻ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്കും ശേഷം സച്ചരിതരായ സ്വഹാബത്ത്, താബിഉകൾ, ഇമാമുകൾ തുടങ്ങി ഗുരു പരമ്പരയിലൂടെ നമുക്കും ലഭിച്ചു. കൂട്ടിച്ചേർക്കലുകൾക്കോ മാറ്റത്തിരുത്തലുകൾക്കോ വിധേയമാവാതെ ആശയ സമ്പൂർണതയോടെ അന്ത്യനാൾ വരെ ഖുർആൻ നിലനിൽക്കുക തന്നെ ചെയ്യും. ആരൊക്കെയോ പുസ്തകത്തിലേക്ക് നോക്കാതെ ഇരിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. അവർ നോക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട്. എന്നാ വായിച്ചോളൂ. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും മറ്റെന്തിൽ നിന്നും വ്യത്യസ്തമാണ്. പാരായണം, പിന്നെ എഴുത്ത്, അടുത്തത് ഉറക്കെ വായിക്കൂ, വ്യാഖ്യാനം, എല്ലാം സവിശേഷവും പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. അവ പാലിക്കാതെയുള്ള പാരായണവും എഴുത്തും പഠനവും കുറ്റകരമാണ്. പിന്നെ വിശ്വാസികളുടെ മാർഗരേഖയായ വിശുദ്ധ ഖുർആൻ പാരായണവും പഠനവും അനിവാര്യമായതിനാൽ
അതിൻ്റെ പ്രത്യേക നിയമങ്ങൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടതുണ്ട്. മനുഷ്യരായ നമ്മോടുള്ള അല്ലാഹു തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളുമാണ് ഖുർആൻ എന്ന വിചാരത്തോടെ നിയമങ്ങൾ പാലിച്ചും ഭക്തിയോടെയുമാവണം നാം പാരായണം ചെയ്യേണ്ടത്. ഈ പാഠം വളരെ വിശദമായി 2 പീരീഡിലായിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നിട്ടുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് മൊത്തം ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി വായിച്ചു. നേരെ മറിച്ചോളൂ, അടുത്ത പേജ് അത്തദ്രീബാത്ത്. കണ്ടോ? എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ മക്കളെ, നിങ്ങളുടെ കയ്യിൽ പേനയും പെൻസിലൊക്കെ ഉണ്ടാവില്ലേ? ഇപ്പൊ ആരും എഴുതരുത്. ഉസ്താദ് എഴുതിക്കോളൂ എന്ന് പറഞ്ഞാൽ എഴുതാം, അല്ലാത്തവ ക്ലാസ് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ഇരുന്ന് എഴുതുക. ചിലപ്പോൾ ചില കാര്യങ്ങൾ എഴുതണമെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റിക്കോളന്നില്ല. കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് വേറെ ചില ആളുകളോടൊക്കെ ചോദിക്കേണ്ടിയൊക്കെ വരും. ഇൻഷാ അല്ലാഹ് അതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. അത് ഉസ്താദ് പറഞ്ഞു തരും ഏതൊക്കെയാണ് എന്തെല്ലാമാണ് എന്ന്. ആ തദ്രീബാത്ത് കണ്ടില്ലേ? ഒന്നാമത്തത് നുജീബു, നമുക്ക് മറുപടി പറയാം, ഉത്തരം പറയാം. ഖുർആൻ ഓതുന്നതിന്റെ നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഖുർആൻ ഓതുന്നതിന്റെ നേട്ടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? നമ്മളിപ്പോ വായിച്ചിട്ടേ ഉള്ളൂ ഇല്ലേ? എല്ലാരെയും ഓർമ്മയിലില്ലേ? ഉണ്ട്. ഒരു കാര്യം ചെയ്യാ, ഇപ്പൊ ആരും എഴുതണ്ട, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ആൻസർ ഒരു കാര്യം കൂടി പറഞ്ഞു തരട്ടോ. എഴുത്ത് നല്ല വൃത്തിയുള്ള എഴുത്തായിരിക്കണം. ധൃതി കൂടി സ്പീഡിൽ എഴുതുമ്പോൾ എഴുത്ത് വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് സാവധാനം നന്നായിട്ട് ശ്രദ്ധിച്ച്, അറബി മലയാളത്തിലാണല്ലോ നിങ്ങൾ എഴുതുന്നത്, അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ച് പുള്ളിയും അതിന്റെ ഹർക്കത്തുകളൊക്കെ ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായി. ഈ പാഠത്തിൽ കൊടുത്ത ഹദീസിൽ നിന്ന് എന്താണ് മനസ്സിലാവുന്നത്? നല്ലൊരു ചോദ്യം, സൂപ്പർ ചോദ്യം. ഈ പാഠത്തിൽ ഒരു ഹദീസ് കൊടുത്തില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് അത് എഴുതുക. അതിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ആരാ പറയാ എന്താ മനസ്സിലാവുകയെന്ന്? ഖുർആൻ സാവധാനത്തിലാണ് ഓതേണ്ടത് എന്നില്ലേ? ഒന്നത് ഖുർആൻ സാവധാനത്തിലാണ് ഓതേണ്ടത് എന്ന് മനസ്സിലാവും. പിന്നെന്താ മനസ്സിലാവുക? ഒന്നുകൂടെ പറഞ്ഞാൽ മതി, ബാക്കി നിങ്ങൾ എഴുതണം. ഒന്നുകൂടെ, ഖുർആൻ സ്വർഗത്തിൽ വെച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഓതാൻ പറയും. ആരോട്? ഖുർആന്റെ കൂട്ടുകാരനോട്. അപ്പൊ ഞാൻ നിർത്തി. ഇനി നിങ്ങളാണ് എഴുതേണ്ടത്. കാരണം ഈ ഹദീസിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലായത് എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം, വിശുദ്ധ ഖുർആൻ നമ്മിലേക്ക് എത്തിയത് എങ്ങനെ? എങ്ങനെ പറഞ്ഞിട്ടുണ്ട്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് സച്ചരിതരായ. അതെ, അത് തന്നെ അന്ന് നമ്മൾ പാഠം എടുത്തപ്പോ തന്നെ ഇപ്പൊ ആരും പറയണ്ട കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. ശരിക്കൊന്ന് വായിച്ചു നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. നാലാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ മറ്റെന്തിൽ നിന്നും എല്ലാ നിലക്കും വ്യത്യസ്തമാവാൻ കാരണം എന്ത്? അറിയില്ലേ? ഖുർആൻ ഇലാഹി വചനങ്ങളായതുകൊണ്ട്. ഞാൻ ആൻസർ പറഞ്ഞു. അത് സാരല്ല, ഒരെണ്ണത്തിന്റെ ആൻസർ ഞാനും പറഞ്ഞു തരാം. ഓക്കെ. നാലാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ പറഞ്ഞു കഴിഞ്ഞു. 5, ഖുർആൻ പാരായണം ചെയ്യേണ്ടത് എങ്ങനെയാ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്? സാവധാനത്തിൽ ഓതണം നമ്മൾ പറഞ്ഞു. അതല്ല, ഈ പാഠം ശരിക്ക് ശ്രദ്ധിച്ച് വായിച്ചാൽ അവർക്കറിയാം. ഇപ്പൊ ആരും കിതാബ് മറിക്കണ്ട, നമ്മൾ ഒരു തവണ വായിച്ചതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതാനുള്ളതാണ്. ഓക്കെ. വായിക്കാം ചേർക്കാം. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങൾ, അന്ത്യനാൾ വരെ നിലനിൽക്കുന്നത്, മറ്റെന്തിൽ നിന്നും വ്യത്യസ്തം, വിശ്വാസിയുടെ മാർഗരേഖ. നിങ്ങൾ വളരെ വൃത്തിയായിട്ട് സ്കെയിലെടുത്ത് കറക്റ്റ് വരച്ചു കൊടുക്കണം. വിശുദ്ധ ഖുർആൻ ഇലാഹി വചനങ്ങൾ. പുസ്തകത്തിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ വൃത്തികേടാവുന്ന വിധത്തിൽ എഴുതുകയേ ചെയ്യരുത്. വളരെ അത് 5ാം ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? ഓക്കെ, നിങ്ങൾക്കറിയാം. ശരിക്കും വൃത്തിയായിട്ടായിരിക്കണം എഴുതേണ്ടത്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? തഖ്സീസ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഒരു ഖണ്ഡിക എഴുതുക. ഒരു പാരഗ്രാഫ് എഴുതാനാണ് വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വത്തെക്കുറിച്ച്. മക്കളെ വളരെ ശ്രദ്ധിക്കുക. ഇവിടെ ഒരു പാരഗ്രാഫ് എഴുതാനുണ്ട്, ഒരു ഖണ്ഡിക എഴുതാനുണ്ട്. അതെങ്ങനെ എഴുതുക? വിശുദ്ധ ഖുർആൻ പാരായണത്തിന്റെ മഹത്വം ഈ പാഠത്തിൽ നിന്ന് നമ്മൾ ചിലതൊക്കെ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? അത് കുറച്ചൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതിൻ്റെ കൂടെ നിങ്ങൾ 5ാം ക്ലാസ്സിൽ എത്തിയില്ലേ? നിങ്ങളെ ഉമ്മനോടോ നിങ്ങളെ ഉപ്പനോടോ അങ്ങനെ ചോദിക്കാൻ പറ്റിയവരാരാണോ ഉള്ളത് വീട്ടിൽ? നിങ്ങളെ മൂത്ത ആളുകൾ ഇക്കാക്കയോ താത്തയോ? നിങ്ങളുടെ അടുത്ത കുടുംബത്തിൽ ഉസ്താദുമാരുണ്ടോ? ദർസിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടോ? മുത്തഅല്ലിമീങ്ങൾ? അവരോടൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാണ് നിങ്ങൾ ഈ തഖ്സീസ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ എന്താ ചെയ്യേണ്ടതെന്ന്? ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്യും അല്ലേ? ഇൻഷാ അല്ലാഹ് നല്ല കുട്ടികളാണ്. പിന്നെയുള്ളത് നഖറഉ മിൻ അവ്വലി സൂറത്തി യൂനുസ് ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. സൂറത്തു യൂനുസിലെ തുടക്കം മുതൽ 61ാമത്തെ ആയത്ത് വരെ ഓതാനാണ്. നമ്മളതിൽ 20-21 ആയത്തോ വരെ ഓതിയത്. ബാക്കി ഉസ്താദ് പറഞ്ഞല്ലോ, ഉസ്താദുമാർ നിങ്ങൾക്ക് ഓതിത്തരും കേട്ടോ. എല്ലാ ദിവസവും കുറേശ്ശെ ഓതിത്തരും. പിന്നെ നഹ്ഫളു സൂറത്തു യാസീൻ ആണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ ഹദ്ദാദ് റാത്തീബ് നമുക്ക് പഠിക്കണം. അതിൻ്റെ തുടക്കത്തിലെ ഫാത്തിഹ നമുക്ക് ഹിഫ്ലാക്കണം. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ഹിഫ്ലിൻ്റെ പീരീഡ് വരാനുണ്ട്. അവിടെ വെച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് മനസ്സിലായല്ലോ? കാര്യങ്ങളൊക്കെ വൃത്തിയായി മനസ്സിലായില്ലേ? ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ്. നല്ല കുട്ടികളാണ് നിങ്ങൾ കേട്ടോ. പറഞ്ഞതൊക്കെ അനുസരിച്ചിട്ടുണ്ട്. നല്ല കുട്ടികളാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. എന്നാൽ ഇന്ന് നമുക്ക് നിർത്താം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ റസൂലല്ലാഹ്. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലൈക യാ ഹബീബല്ലാഹ്. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദിൻ ലില്ലാഹ് വഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ്. ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വൻ നിഖ്മ വമിൻ